നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28 തിങ്കളാഴ്ചയാണ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും ഇന്ത്യൻ വിപണി ഇടിയുകയുണ്ടായി. ആദ്യം നിഫ്റ്റിയിൽ നിന്ന് ആരംഭിക്കാം. 24,681 156 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 572 പോയിന്റ്സും ബാങ്ക് നിഫ്റ്റി 444 പോയിന്റ്സും മിഡ് ക്യാപ്പ് 490 പോയിന്റ്സുമാണ് ഇടിഞ്ഞത്. IT സ്റ്റോക്കുകൾ ഉണ്ടായ വീക്ക്നെസ് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായത്. TCS ഏകദേശം 1.5% ഇടിയുകയുണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ടെക്നിക്കൽസ് നമ്മൾ ഈ സെഗ്മെന്റിന് ശേഷം നോക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണുക. TCS എന്ന സ്റ്റോക്ക് കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ് ന്യൂസ് കാരണം സ്റ്റോക്ക് ഏകദേശം 1.5% ഇടിഞ്ഞു. ഇനി ഏർണിംഗ്സിന് ശേഷം നിരവധി സ്റ്റോക്കുകളാണ് ഇടിഞ്ഞത്. കൊടാക് ബാങ്ക്, ഇൻഡസിൻ ബാങ്ക്, SBI കാർഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇടിഞ്ഞു. കൂടാതെ മിഡ് ക്യാപ് സെഗ്മെന്റിൽ കാർട്രേഡ് ഏകദേശം 8% നേട്ടമുണ്ടാക്കിയിരുന്നു. Q1 റിസൾട്ടുകൾക്ക് ശേഷമാണ് സ്റ്റോക്ക് ഉയർന്നത്. സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്, അതുകൂടി നമ്മൾ ഇവിടെ സ്റ്റോക്ക് ടെക്നിക്കലായി നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽസിലേക്ക് വരാം. അതിനു മുന്നേ ആയി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ APS എന്ന സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു, വെള്ളിയാഴ്ചയാണ്. സ്റ്റോക്ക് കേവലം ഒരു ദിവസം കൊണ്ട് ഏകദേശം 5% നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. മറ്റൊരു സ്റ്റോക്ക് പ്രീമിയർ റോഡ് ലൈൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സ്റ്റോക്കിൽ വളരെ അത്ഭുതകരമായ റിട്ടേൺ ആണ് നമുക്ക് ലഭിച്ചത്. കേവലം 10 മിനിറ്റ് കൊണ്ട് 11% റിട്ടേൺ ആണ് സ്റ്റോക്കിൽ ഇന്ന് ഇൻട്രാഡേയിൽ മാത്രം നമുക്ക് ലഭിച്ചത്. ഇങ്ങനെ നിരവധി സ്റ്റോക്കുകളുണ്ട്. എല്ലാ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സെഗ്മെന്റിലേക്ക് വരാം. ചില സ്റ്റോക്കുകളുടെ ടെക്നിക്കൽസിലേക്കാണ് ഇനി പോകുന്നത്. ഇന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള സ്റ്റോക്കുകളും കൂടാതെ ഹൈലി ഫോക്കസിലുള്ള കുറച്ച് സ്റ്റോക്കുകളുമാണ് നമ്മളിവിടെ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോക്ക് അദാനി എന്റർപ്രൈസസ് ആണ്. സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ആദ്യത്തെ കാര്യം, ഇപ്പോൾ 20, 50, 100 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അപ്സൈഡിലെ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റൈസിംഗ് ട്രെൻഡ് ലൈനിൽ 4 തവണ സപ്പോർട്ട് എടുത്തിരുന്നു. അതായത് 2025 മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും കൂടാതെ മെയ് മാസത്തിലും സപ്പോർട്ട് എടുത്ത ആ ഒരു സോണിൽ നിന്നും ഇത്തവണ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഡെയിലി ബേസിസിൽ ഒരു M പാറ്റേൺ കൂടി ഫോം ആയിട്ടുണ്ട്. അതും ഒരു ബിയറിഷ്നെസിന്റെ സൂചന തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് 2595 മുതൽ 2680 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിലെ ഈ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിലും 4 തവണ അദാനി എന്റർപ്രൈസസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തവണ ഡൗൺ ആവുന്നത്. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയകൾ നോക്കുകയാണെങ്കിൽ 2421 അതിനുശേഷം 2316. അടുത്തതായി മറ്റൊരു സ്റ്റോക്കിലേക്കാണ് TCS. ഇന്ന് വളരെയേറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സ്റ്റോക്കായിരുന്നു. കാരണം TCS അവരുടെ ജീവനക്കാരെ ഫിനാൻഷ്യൽ ഇയർ 2026 സാമ്പത്തിക വർഷത്തിൽ 2% കുറയ്ക്കാൻ പദ്ധതിയിടുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നു. ഏകദേശം 12,000 ജോബ് കട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. TCSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് TCS ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ MACD ഒരു നെഗറ്റീവ് ബയാസിലാണുള്ളത്. ഡൗൺ സൈഡിൽ ഒരു മേജർ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 3057 ആണ്. ഓഗസ്റ്റ് 7-ാം തീയതിയിലെ ലോ കൂടിയാണിത്. മറ്റൊരു സ്റ്റോക്ക് കാർട്രേഡ് ടെക്നോളജീസ് എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഇന്നാണ് അവരുടെ Q1 റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തത്. റിപ്പോർട്ട് ചെയ്തതിൽ നല്ല പ്രോഫിറ്റിൽ ഒരു ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നു. 105.59% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 47.06 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.27% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 173.03 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റഡയിലും 98% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല റിസൾട്ട് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വന്നത്. സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അപ്സൈഡിൽ ഇതൊരു ചാനൽ പാറ്റേണിൻ്റെ അപ്പർ എൻഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും ഈ ചാനൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു എൻട്രി എടുക്കാവുന്നതാണ്. ഏതായാലും സ്റ്റോക്ക് ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് റൗണ്ടിംഗ് ബോട്ടം ബ്രേക്ക് ഔട്ട് തന്ന മറ്റൊരു സ്റ്റോക്കിലേക്കാണ്. സുദർശൻ കെമിക്കൽസ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നത് 1313 എന്ന ലെവലിലാണ്. ഈ ഒരു റൗണ്ടിംഗ് ബോട്ടം ബ്രേക്ക് ഔട്ടിന് ശേഷം പിന്നീട് ഒരു കൺസോൾട്ടേഷനിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. മാസങ്ങളോളമുള്ള ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. സ്റ്റോക്കിൽ ഒന്നുകിൽ ഒരു റിവേഴ്സൽ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ടാർഗറ്റ് 1400 ആണ്. അതിനുശേഷം 1430. പിന്നീട് ലോങ് ടേമിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് 1790 സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 1240. വരും ദിവസങ്ങളിൽ അങ്ങേയറ്റം പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളുടെ ടെക്നിക്കലാണ് നമ്മൾ നോക്കിയത്.
ഇത്തരത്തിലുള്ള കൂടുതലായിട്ട് സ്റ്റോക്ക് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും കൂടാതെ ടെക്നിക്കലുകളും കൂടാതെ മാർക്കറ്റുമായി സംബന്ധിച്ചിട്ടുള്ള മാർക്കറ്റ് ന്യൂസുകളും ഒക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് സൗകര്യാർത്ഥമുള്ള സമയങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിലെ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കലും അത് ഒരു റെക്കമെൻഡേഷൻ അല്ല. നമ്മളിവിടെ ഷെയർ ചെയ്തതിൻ്റെ ബേസിൽ ഒന്നും തന്നെ ഒരു എൻട്രി എടുക്കാതിരിക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനും നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ സ്റ്റോക്കുകൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.